നടി അഞ്ജലി നായരുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ളതാണ്. അനീഷ് ഉപാസന എന്ന ഫോട്ടോഗ്രാഫറെ ആദ്യം വിവാഹം കഴിച്ച അഞ്ജലി ആ ബന്ധം വേർപിരിയുകയും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അജിത് രാജുവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അഞ്ജലിക്ക് ആദ്യ വിവാഹത്തിൽ ജനിച്ച മകളാണ് ആവ്നി. അമ്മയെപ്പോലെ തന്നെ സിനിമയിൽ സജീവമായ ആവ്നി ഇപ്പോഴിതാ ഋതുമതിയായിരിക്കുകയാണെന്ന വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത്. കാണാൻ അച്ഛൻ അനീഷ് ഉപാസനയുടെ തനി പകർപ്പ് കൂടിയാണ് ഈ മകൾ. വിവാഹമോചന ശേഷം അമ്മയ്ക്കൊപ്പമാണ് ആവ്നി കഴിയുന്നത്. തുടർന്ന് മകൾക്ക് പ്രായപൂർത്തിയായ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് അഞ്ജലി ഈ വിശേഷം ആരാധകരെ അറിയിച്ചത്. ഋതുമതി ചടങ്ങ് എന്നത് പെൺകുട്ടികൾക്ക് ആർത്തവാരംഭം സംഭവിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രധാന ഹൈന്ദവ ആചാരമാണ്. മുമ്പ് ഹൈന്ദവ വീടുകളിൽ മാത്രമാണ് ഈ ചടങ്ങ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാ വീടുകളിലും ജാതിമത ഭേദമന്യേ ഈ ചടങ്ങ് നടത്തപ്പെടാറുണ്ട്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള പെൺകുട്ടിയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ ചടങ്ങ്. ഇതിനെ തിരണ്ടു കല്യാണമെന്നും ചിലയിടങ്ങളിൽ വിശേഷിപ്പിക്കാറുണ്ട്. പെൺകുട്ടിയെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുക, ഹാഫ് സാരി സമ്മാനിക്കുക, പ്രത്യേക വിഭവങ്ങൾ നൽകുക, ബന്ധുക്കൾ സമ്മാനങ്ങൾ നൽകി അനുഗ്രഹിക്കുക എന്നിവയെല്ലാം ചടങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്. ഋതുമതികൾക്ക് സ്വന്തം ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെപ്പറ്റി വന്നുപെടാവുന്ന സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും അറുതി വരുത്താനും സഹായകമാകാറുണ്ട് ഇത്തരം ചടങ്ങുകൾ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ആവ്നിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഫ്ളാറ്റിൽ ഒരുക്കിയ ആഘോഷത്തിൽ എല്ലാത്തിലും മുന്നിൽ തന്നെ അഞ്ജലി ഉണ്ടായിരുന്നു. സെറ്റും മുണ്ടും ചുറ്റി വട്ടപ്പൊട്ടും കഴുത്തിൽ ഹാരവും അണിഞ്ഞാണ് ചടങ്ങിലുടനീളം ആവ്നി കാണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും കൊണ്ട് ആവ്നിയെ മൂടിയിരുന്നു. ബാലതാരത്തിൽ നിന്നും വുമൺഹുഡിലേക്ക് കടന്ന ആവ്നിക്ക് ആരാധകരും ആശംസകൾ നേർന്നു. ആവ്നിയുടെ ഋതുമതി ചടങ്ങ് വിശേഷങ്ങൾ അഞ്ജലി പങ്കിട്ടതോടെ നിരവധി പേരാണ് ആശംസകൾ നേർന്നെത്തിയത്. മകൾ ഋതുമതിയായി എന്നത് മലയാളികൾക്ക് ഒരു കാലത്ത് പുറത്തു പറയാൻ വലിയ നാണമുള്ള സംഭവമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അത്തരം ചിന്താഗതികളിൽ മാറ്റം വന്നു. ഋതുമതി ചടങ്ങ് വലിയ ആഘോഷമായി. ഋതുമതി ചടങ്ങ് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലുമെല്ലാം പണ്ട് മുതൽക്കേ വലിയ ചടങ്ങായിരുന്നു. കേരളത്തിൽ അടുത്ത കാലം മുതലാണ് ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയത്. ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ അഞ്ജലിക്കൊപ്പം 5 സുന്ദരികളിൽ ആവ്നിയും അഭിനയിച്ചിരുന്നു. അവിടെ തുടങ്ങിയതാണ് ബാലതാരമായുള്ള കരിയർ. ഫീനിക്സിൽ അജു വർഗീസിന്റെ മകളുടെ വേഷം ചെയ്ത ശേഷമാണ് മറ്റു ഭാഷകളിൽ നിന്നും ആവ്നിക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. റെട്രോയിൽ പൂജ ഹെഗ്ഡെയുടെ ബാല്യകാലം ചെയ്തതും ആവ്നിയായിരുന്നു. സിനിമയുടെ ഷൂട്ടിനിടെ ആവ്നിക്ക് കൈപ്പൊള്ളലേറ്റത് വൈറലായിരുന്നു. അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് ആവ്നി. വീണ്ടും ഒരു ദാമ്പത്യം ആലോചനയിൽ പോലും ഉണ്ടായിരുന്നില്ല അഞ്ജലിക്ക്. പിന്നീട് പുതിയ ജീവിതം ആരംഭിച്ചത് ഈ മകളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.